ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾക്കറിയാം, നമ്മൾ ദേവസ്വം ബോർഡിന്റെ ചില ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടാണ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ പറ്റി പറയാണ്. നമ്മൾ പറഞ്ഞു കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാം, കാരണം അവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മളിപ്പോൾ മറ്റുള്ള സോഴ്സിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടുമെങ്കിലും ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്കൊക്കെ അവിടുന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനാണ് ആവശ്യം. അപ്പം അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് പ്രധാനപ്പെട്ട ഓരോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റുകൾ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് ഇന്നും എന്ത് ചെയ്യാം, കുറച്ച് ക്ഷേത്രങ്ങളിലൂടെ പോയി നോക്കാം അല്ലേ. നോക്കിയ മക്കളെ, ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. പ്രശസ്തമായ ക്ഷേത്രങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അടുത്തൊരു ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. എന്താണ് ആറ്റുകാല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്? നോക്കിയേ, സ്ഥാനം. അതായത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് നമുക്ക് കിട്ടും. പിന്നെ നഗരത്തിന്റെ ഹൃദയഭാഗത്ത്, അതായത് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ദേവത എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. വേതാളത്തിന്റെ മുകളിൽ എഴുന്നള്ളിച്ചിരിക്കുന്ന ഭദ്രകാളിയാണ് ദേവത എന്ന് പറയുന്നത്. കൂടാതെ മറ്റൊരു കാര്യം കൂടി, അതായത് നമ്മളെ ഇളങ്കോവടികളുടെ ചിലപ്പതികാരത്തിലെ നായികയായ കണ്ണകിയായി കൂടി ആരാധിക്കപ്പെടുന്നു. സരസ്വതി, ലക്ഷ്മി, പാർവതി എന്നീ ത്രിദേവികളായും ഭക്തർ ദേവിയെ ആരാധിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചിലപ്പതികാരവുമായി ബന്ധപ്പെട്ടല്ലേ, മധുരാ നഗരം ചുട്ടുചാമ്പലാക്കിയ കണ്ണകിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇവിടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ചില കാര്യങ്ങളെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ കൊടുങ്ങല്ലൂര് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഈ മധുരാ നഗരത്തെ, അതായത് കണ്ണകിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, എവിടെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവതാ സങ്കല്പത്തെ പറ്റി ചോദിക്കാം. അത് കൂടാതെ പ്രധാനമായിട്ടും ഏത് ആളുമായി അല്ലെങ്കിൽ ഏത് കഥാനായികയുമായി ബന്ധപ്പെട്ട് കൂടി അവിടെ അറിയപ്പെടുന്നു എന്നുള്ള ചോദ്യം കൂടി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാവുന്നതാണ് അല്ലെ. ഓക്കെ, അടുത്തൊരു ചോദ്യം പ്രധാനമായിട്ടും പറയുന്നു, ഇവിടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം പ്രധാനമായിട്ടും സ്ത്രീകളുടെ ശബരിമല എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് അല്ലെ. എന്താണ് സ്ത്രീകളുടെ ശബരിമല എന്നുകൂടി അറിയപ്പെടുന്ന ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം. എന്തുകൊണ്ടാണ്? അവിടെ പ്രശസ്തമായ ഉത്സവം, അവിടെ നടക്കുന്ന ഉത്സവത്തിന്റെ പേരാണ് ആറ്റുകാൽ പൊങ്കാല അല്ലെ. ആറ്റുകാൽ പൊങ്കാല ഉത്സവം ഏതാണ്ട് പറയുകയാണെങ്കിൽ 3 ദശലക്ഷത്തിലധികം സ്ത്രീകള് ഈ ഒരു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ സ്ത്രീകൾ മാത്രം ഒത്തുകൂടുന്ന ഏറ്റവും വലിയ മതപരമായ സംഗമം എന്ന നിലയിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഈ ഏരിയ നിന്ന് ചോദിക്കാം. ആറ്റുകാല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഉത്സവം ഏതാണെന്ന് ചോദിക്കാം, അതാണ് ആറ്റുകാൽ പൊങ്കാല. അല്ലെങ്കിൽ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിക്കാം. പിന്നീട് ചോദിക്കാൻ പറ്റുന്നത് എന്താണ്, ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ, അതായത് സ്ത്രീകൾക്ക് മാത്രം ഒത്തുകൂടുന്ന ഏറ്റവും വലിയ മതപരമായ സംഗമം എന്ന രീതിയിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുന്ന ഉത്സവം ഏത് എന്നും കൂടി ഇവിടുന്ന് ചോദിക്കാം. അപ്പൊ ഇവിടെ കുറച്ചധികം ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം അല്ലെ. ഓക്കെ, നെക്സ്റ്റ് തിങ്ക്. അടുത്തത് പ്രധാന ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, ആറ്റുകാൽ പൊങ്കാല തന്നെയാണ്. പിന്നെ കുരുതി തർപ്പണത്തോടു കൂടിയുള്ള ഉത്സവ സമാപനം. അത് കൂടാതെ ഏറ്റവും വലിയ സ്ത്രീ സംഗമമായിട്ടാണ് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആറ്റുകാൽ ദേവീ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ള ഇൻഫർമേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. ഇനി മറ്റൊരു ക്ഷേത്രമാണ് ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രം. ഓച്ചിറ ക്ഷേത്രം എന്താണ് ഓച്ചിറയുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുക? ഓച്ചിറ ക്ഷേത്രം പ്രസിദ്ധമായ ക്ഷേത്രമാണ്. കൊല്ലം ജില്ലയിലെ കായംകുളത്തിനടുത്താണ് ഓച്ചിറ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് കിട്ടി. ദക്ഷിണ കാശി എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഇതേപോലെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന മറ്റൊരു ക്ഷേത്രമാണ് എവിടെ, കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ക്ഷേത്രം. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്രത്യേകത, അതായത് കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് അവിടെ ശ്രീകോവിലില്ല, പ്രതിഷ്ഠയില്ല, പൂജാരീതികളില്ല എന്നതാണ് മുഖ്യമായ പ്രത്യേകത അല്ലെ. അവിടെ ശ്രീകോവിലില്ല, അതേപോലെ തന്നെ എന്തില്ല, പ്രതിഷ്ഠകളില്ല. ആ പരബ്രഹ്മമൂർത്തിയെ നമ്മൾ ആരാധിക്കുന്നത് ആൽത്തറയിലാണ് അല്ലെ. ആൽത്തറയിലാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രതിഷ്ഠകളായിട്ടോ ശ്രീകോവിലുകളായിട്ടോ ഇല്ല. അപ്പൊ ഇവിടെ നിന്ന് ചോദിക്കാൻ പ്രധാനമായും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണോ വേണമെങ്കിൽ ദക്ഷിണകാശി എന്ന രീതിയിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ്, ശ്രീകോവിലില്ല, പ്രതിഷ്ഠയില്ല, പൂജാരീതികളില്ല എന്നിങ്ങനെ പ്രത്യേകതയുള്ള ക്ഷേത്രം ഏത് എന്നും കൂടി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതണം ഏതാണ്, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണെന്ന് നമ്മൾ എഴുതണം. ഓക്കെ,
ആരാധനാമൂർത്തി അരൂപിയായ പരമാത്മാവാണ് നിർഗുണ പരബ്രഹ്മ അല്ലെ പരമശിവനായിട്ട് നമുക്ക് അറിയപ്പെടുന്നുണ്ട്. ഭൗതിക വിഗ്രഹ ആരാധനയ്ക്ക് പകരം പരമാത്മാവിന്റെ നിരാകാര ആരാധനയാണ്. കൂടാതെ ഏകദേശം 22 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം വ്യാപിച്ചു കിടക്കുന്നത്. അതായത് പരബ്രഹ്മം എന്ന മൂർത്തി ആയിക്കൊണ്ട്, അതായത് നമ്മൾ പറയില്ലേ തൂണിലും തുരുമ്പിലും ഭഗവാൻ ഉണ്ട് എന്ന് പറയും പോലെ ഈ ഭൂമി ഒന്നാകെ വിളങ്ങി നിൽക്കുന്ന ആ ഒരു സ്വരൂപിയായ നിർഗുണ സ്വരൂപിയായ ഒരു ഭഗവാനെയാണ് അവിടെ ആരാധിക്കുന്നത് അല്ലെ. ഓച്ചിറ പരബ്രഹ്മം എന്ന് പറയും. ഈ ഓച്ചിറ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അകവൂർ ചാത്തന്റെ ചില കഥകളും നമുക്ക് കേൾക്കാം അല്ലെ. പറയപ്പെട്ട പന്തിരകുലത്തിലെ അകവൂർ ചാത്തന്റെ കഥകളും നമുക്കിവിടെ കേൾക്കാൻ പറ്റുന്നതാണ് അല്ലെ. അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള 2 ആൽത്തറകളുണ്ട്. കൂടാതെ പരമശിവനും ഭഗവാൻ വിഷ്ണു പ്രത്യേകമായി ആരാധിക്കുന്നുണ്ട്. അത് കൂടാതെ അഗതികൾക്കും അനാഥരുമായ ധാരാളം ആളുകൾ അഭയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്ഷേത്രം കൂടിയാണ് ഇത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ഓച്ചിറ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ സാധിക്കും. അപ്പോൾ ആ ചോദ്യങ്ങൾ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഓച്ചിറയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു, ഔട്ട്ലുക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഓക്കെ, അടുത്ത ക്ഷേത്രം ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. നോക്കാം. ആറന്മുള ക്ഷേത്രം സ്ഥാനം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് അല്ലെ. എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് പാർത്ഥസാരഥി ക്ഷേത്രം. പമ്പാ നദിയുടെ തീരത്തുകൂടിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ പ്രതിഷ്ഠ ഭഗവാൻ വിഷ്ണുവായിട്ട്, അതായത് എന്താണ് പാർത്ഥസാരഥി എന്ന രീതിയിലാണ് അവിടെ പ്രതിഷ്ഠ. കൂടാതെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ സാമ്യമുണ്ട്. തിരുവാറന്മുളയപ്പൻ എന്നും കൂടി ഇവിടുത്തെ ക്ഷേത്രം, അതായത് ഇവിടുത്തെ ഭഗവാൻ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ പ്രധാനമായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ പമ്പാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ എന്താണ് ഒരു വൈഷ്ണവ ക്ഷേത്രം ഏത് എന്നും കൂടി ഇവിടെ വേണമെങ്കിൽ ചോദിക്കാം നമുക്ക്. അപ്പൊ നമ്മൾ എഴുതണം അവിടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ് എന്ന കാര്യം കൂടി നമ്മൾ എഴുതണം. ആറന്മുളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും പഴക്കം ചെന്നൊരു ക്ഷേത്രം കൂടിയാണ് ആറന്മുള ക്ഷേത്രം. കൂടാതെ കേരളത്തിലെ 5 പ്രശസ്തമായ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ്. ഏറ്റവും ഉയരം കൂടി, അതായത് 6 അടിയിലധികം ഉയരമുള്ള വിഗ്രഹം കൂടിയാണ്. അതായത് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളെ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ ഒരു വിഗ്രഹമുള്ള ക്ഷേത്രം കൂടിയാണ് നമ്മളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുകൂടാതെ കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ പ്രതിഷ്ഠയുള്ളത് ആറന്മുളയിലാണ് അല്ലെ. ഈ ഒരു ചോദ്യം കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അതായത് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെ ഏറ്റവും വലിയ പ്രതിഷ്ഠ, അതായത് വിഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ആറന്മുള ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ ഒരു ചോദ്യം കൂടി അവിടെ ചോദിച്ചിട്ടുണ്ട് അല്ലെ. അത് കൂടാതെ ഇവിടെ ഏത് രീതിയിലാണ് 6 അടിയിലധികം ഉയരമുള്ള വിഗ്രഹമാണ്. കൂടാതെ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത്. അതും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഈ ഓണക്കാലത്ത് അല്ലെ, നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പ്രധാനമായും ആറന്മുള വള്ളസദ്യ അവിടെ നടക്കുന്നുണ്ട് അല്ലെ. ആറന്മുള വള്ളസദ്യ അവിടെ നടക്കുന്നുണ്ട്. തിരുവോണ തോണി, അതേപോലെ അഷ്ടമി രോഹിണി വള്ളംകളി, അതേപോലെ ആറന്മുള ഉത്രട്ടാടി വള്ളംകളി, അതേപോലെ ആറന്മുള കണ്ണാടി, ക്ഷേത്രവാദ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രശസ്തമായ ശില്പവിദ്യ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാറുണ്ട്. അപ്പൊ ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. തിരുവോണ തോണിയെ പറ്റി ചോദിക്കാം, വള്ളംകളിയെ പറ്റി ചോദിക്കാം, ആറന്മുള കണ്ണാടിയെ പറ്റി ചോദിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രധാനമായിട്ടും ചോദിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ശബരിമലയായിട്ടൊരു ബന്ധം. അതായത് എല്ലാ വർഷവും ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയുടെ ഘോഷയാത്ര ആറന്മുള ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അല്ലെ. അപ്പോൾ ആറന്മുള ക്ഷേത്രത്തിൽ നിന്നാണ് ശബരിമലയിലേക്കുള്ള തങ്ക അങ്കിയുടെ ഘോഷയാത്ര ആരംഭിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് അല്ലെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ക്ഷേത്രമാണ് മലയാലപ്പുഴ ദേവീക്ഷേത്രം. എന്താണ് മലയാലപ്പുഴ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി പറ്റുക? നോക്കിയേ, ഏതാണ്ട് 1000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. കടുശർക്കര യോഗം കൊണ്ടാണ് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് അല്ലെ. കടുശർക്കര യോഗം കൊണ്ടാണ് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രം കൂടിയാണ്. കൂടാതെ ഭദ്രകാളിയാണ് പ്രധാനമായ പ്രതിഷ്ഠ. ജഗദീശ്വരി അല്ലെ ആദിപരാശക്തൻ എന്നീ രീതി. കൊല്ലൂർ മൂകാംബിക ചൈതന്യം തന്നെയാണ് മലയാലപ്പുഴ അമ്മയായിട്ട് അവിടെ നിലനിൽക്കുന്നത് എന്നും കൂടി സങ്കല്പം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മൂകാംബിക ക്ഷേത്രത്തിലെ പോലെ തന്നെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്ന രൂപയിൽ ഈ ഐക്യരൂപത്തിൽ അവിടെ എന്ത് ചെയ്യുന്നു? ആരാധന ചെയ്യപ്പെടുന്നുണ്ട് മലയാലപ്പുഴയിൽ. ഓക്കെ, പിന്നെ സ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിലെ മലയാലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്.
ഏതാണ്ട് പത്തനംതിട്ട പ്രദേശത്ത് നിന്നും 7 കിലോമീറ്ററോളം ദൂരമുണ്ട്. കൂടാതെ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഹൈന്ദവ ശാക്തേയ വിശ്വാസത്തിന്റെ വലിയ സ്ഥാനമുള്ള ക്ഷേത്രം കൂടിയാണ് മലയാലപ്പുഴ ദേവീക്ഷേത്രം. ഓക്കെ, അടുത്ത ക്ഷേത്രമാണ് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം. എന്താണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സ്ഥാനം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് ക്രിസ്തുവിന് മുൻപ് 56-ാം ആണ്ടിൽ നിർമ്മിച്ചതായി വിലയിരുത്തപ്പെടുന്ന ക്ഷേത്രമാണ്. കൂടാതെ കേരളത്തിലെ പഴക്കം കൂടിയതും വിസ്തീർണം കൂടിയതുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അവിടെ തിരുവല്ലഭ ക്ഷേത്രം. അവിടെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. ശ്രീവല്ലഭൻ എന്ന രൂപത്തില് മഹാവിഷ്ണു തന്നെയാണ് അവിടെ പ്രതിഷ്ഠയായിട്ട് വരുന്നത്, അല്ലെ. ഇവിടെ ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റൂ, കഥകളിയാണ് പ്രധാന വഴിപാടായി നടത്തുന്നത്. അതായത് നിത്യവും കഥകളി നടക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഇവിടെ പ്രത്യേകത. അപ്പൊ ഇതും അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിത്യവും കഥകളി നടക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതാണ്? അത് തിരുവല്ലഭ ക്ഷേത്രമാണ്, അല്ലെ. തിരുവല്ല ഉണ്ട്, തിരുവല്ലം ഉണ്ട്, രണ്ടും ഉണ്ട്. അതൊന്ന് പരശുരാമ ക്ഷേത്രമാണ്, ഒന്ന് ശ്രീവല്ലഭ ക്ഷേത്രമാണ്. പരസ്പരം മാറിപ്പോകരുത്. ഇത് ശ്രീവല്ലഭൻ, അല്ലെ. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രമാണെന്ന്, ആ ക്ഷേത്രത്തിലാണ് എല്ലാ ദിവസവും കഥകളി നടക്കുന്ന ഒരു ക്ഷേത്രം എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതും അതേപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. അടുത്തതാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നോക്കാം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് അവിടെയും ശ്രീകൃഷ്ണ ഭഗവാനാണ്. പാർത്ഥസാരഥി സ്വരൂപത്തിലാണ് ഭഗവാൻ അവിടെ എന്ത് ചെയ്യുന്നത്? അവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത്. കൂടാതെ ഗുരുവായൂരപ്പന്റെ ഭാഗം കൂടി, അതായത് ഗുരുവായൂരപ്പന്റെ ഒരു ഭാവം കൂടി അവിടെ ആ ചൈതന്യത്തിൽ ഉണ്ടായി എന്നും അവിടെ പറയപ്പെടുന്നു. നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ കഥ, അല്ലെ. അതായത് ടിപ്പുവിന്റെ പടയോട്ടമായി ബന്ധപ്പെട്ടുകൊണ്ട് കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാതിരിക്കാം. ഭഗവാന്മാർ തമ്മിലുള്ള, അല്ലെ, ഒരാൾക്ക് കാളൻ ഇഷ്ടമായിരുന്നു, ഒരാൾക്ക് പാൽപ്പായസം ഇഷ്ടമായിരുന്നു എന്ന രീതിയിലുള്ള കഥകളൊക്കെ പ്രചാരത്തിലുള്ള കഥകളാണ്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല, നിങ്ങൾക്കറിയാവുന്ന കഥകളാണ്, അല്ലെ. അടുത്തത് പ്രത്യേക വിശ്വാസം, അതായത് പ്രധാന വഴിപാട് എന്ന് പറയുന്നത് അമ്പലപ്പുഴ പാൽപ്പായസമാണ്, അല്ലെ. അമ്പലപ്പുഴ പാൽപ്പായസമാണ് അവിടെ പ്രധാനപ്പെട്ട വഴിപാട്. കൂടാതെ ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം നിവേദിക്കാനായി ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിൽ എത്തുന്നു എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പനായിട്ട് അവിടെ പൂജ ചെയ്യുന്ന ഒരു ക്ഷേത്രം ഏത് എന്ന് വേണമെങ്കിൽ ഇവിടെ ചോദിക്കാം. അതാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയാൻ വേണ്ടി പറ്റുന്നത്, അല്ലെ. ഓക്കെ, പിന്നീട് അമ്പലപ്പുഴ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് അവിടെ മൂലംനാളിൽ ചമ്പക്കുളം പമ്പാ നദിയിൽ വള്ളംകളി നടക്കുന്നത്. അപ്പോൾ ചമ്പക്കുളം പമ്പാ നദിയിൽ നടക്കുന്ന വള്ളംകളി, മൂലംനാൾ നടക്കുന്ന വള്ളംകളിയും കൂടി ഈ അമ്പലപ്പുഴ പ്രതിഷ്ഠയുമായി, അല്ലെങ്കിൽ അമ്പലപ്പുഴയിലെ ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. കൂടാതെ നാടകശാല സദ്യ, അതും ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നാടകശാല സദ്യ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും, അല്ലെ. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു കുറച്ച് സമയത്തിനിടെ. അപ്പൊ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് അതിലെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പോയിന്റുകളാണ്. അപ്പൊ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. കൂടാതെ ദേവസ്വം ബോർഡിന്റെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ എന്നും നിങ്ങളെ കൂടെയുണ്ട്. നമ്മളുടെ പുതിയ ബാച്ച് ദേവസ്വം ബോർഡിന്റെ LDCയുടെ ലോങ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സോട് കൂടി, ലൈവുകൾ, അതേപോലെ മെന്റർഷിപ്പ് സപ്പോർട്ടുകൾ, PDF നോട്ടുകൾ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മളെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത ദിവസം മറ്റ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു. ആർപ്പുവിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ.